ഇതിൽ അടുത്തത് പ്രധാനപ്പെട്ട ഒന്ന് നമുക്കറിയാം, ഈ മലപ്പുറം കാളികാവിൽ അതിൽ ഒരു കടുവ ഒരാളുടെ ജീവൻ എടുത്ത സംഭവമാണ്. ഈ കടുവയെ പിടികൂടാനുള്ള നടപടികളുമൊക്കെ ആയിട്ട് വനം വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലും വിപുലമായ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നതാണ്. അതിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ഈ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ RRT സംഘം അവിടെ തിരച്ചിലിനായി കുങ്കിയാനകളുമുണ്ട്. വനത്തിൽ സ്ഥാപിച്ച 50ലേറെ ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പ്രത്യേക സംഘത്തിന്റെ പരിശോധനയും നടത്തും. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള RRT സംഘം അവിടെയുണ്ട്, കുങ്കിയാനകളുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ക്യാമറകളിൽ എവിടെയെങ്കിലും കടുവയുടെ ചിത്രങ്ങളടക്കം പതിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ് ശാന്തകുമാർ? കാരണം ഒരു നാട് മുഴുവൻ വലിയ ആശങ്കയിലാണ്. ഒരാളുടെ ജീവനെടുത്ത നരഭോജി കടുവയാണ്. എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. ഈ ദൗത്യത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. അതായത് ഇന്ന് 2 കുങ്കിയാനകളും ഇന്നലെയും മിനിഞ്ഞാന്നുമായി രണ്ട് കുങ്കിയാനകൾ എത്തിക്കഴിഞ്ഞു. ഈ 2 കുങ്കിയാനകളുമായിട്ടാണ് ഈ 60-അംഗ RRT സംഘം ഇന്ന് തെരച്ചിൽ ആരംഭിക്കുക. അതിന് ഒരു സംഘം ഇപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. ഉടനെ തന്നെ ഈ ആനകളെയും വനത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള ശ്രമം ആരംഭിക്കും. അതായത് ഇന്നലെ ഈ വെച്ച ക്യാമറകളിൽ നിന്ന് ആനയുടെ അല്ലെങ്കിൽ കടുവയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ആ ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് വനംവകുപ്പിനെ കടക്കാനും ഈ തെരച്ചിലിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ഇന്നലെ രാത്രിയിലത്തെ ദൃശ്യങ്ങൾ കൂടി ഇന്ന് പരിശോധിച്ചതിന് ശേഷം കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് വിശദമായി നോക്കുന്നുണ്ട്. അതായത് ഒരു 9 മണിക്ക് ശേഷം മാത്രമേ അത്തരം പരിശോധനയിലേക്ക് വനംവകുപ്പ് കടക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും ഓരോ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് ഈ സംഘത്തെ ഓരോ ഭാഗങ്ങളിലേക്ക് അയക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ നരഭോജി കടുവയെ കണ്ടെത്തുക, പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെയും ഒപ്പം തന്നെ RRTയുടെയും മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട്. അതിനുള്ള ഒരു യുദ്ധസന്നാഹമായ സജ്ജീകരണം തന്നെയാണ് അതിനുവേണ്ടി തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കടുവയെ കണ്ടെത്തുകയോ ഇല്ലെങ്കിൽ കടുവ കൂട്ടിൽ അകപ്പെടുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഒരു ഉന്നത തീരുമാനം വരേണ്ടതുണ്ട്. അത്തരം തീരുമാനങ്ങൾ ലഭിച്ചാൽ ഉടൻ അവ നടപ്പാക്കുന്നതിന് വേണ്ടി വെറ്റിനറി സർജൻ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള ഒരു 3-അംഗ ഡോക്ടർ സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക തന്നെയാണ്. എന്തായാലും വലിയ തോതിൽ തന്നെയാണ് ഒരു യുദ്ധസന്നാഹമായ സാഹചര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന വിധത്തിൽ തന്നെ വലിയ ഒരു സന്നാഹം തന്നെ ഈ ദൗത്യത്തിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ഒരു സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത സംഘം അല്പസമയത്തിനകം തന്നെ വനത്തിലേക്ക് കടക്കും. ഒപ്പം തന്നെ ഈ 2 കുങ്കിയാനകളുമായുള്ള തെരച്ചിലും ഒരു മണിക്കൂറിന് ശേഷം ആരംഭിക്കുമെന്ന് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്ന കാര്യം. ശരി ശാന്തകുമാർ, അങ്ങനെ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുണ്ട്, കുങ്കിയാനകളുണ്ട്. എത്രയും വേഗം ഈ നരഭോജി കടുവയെ പിടികൂടി അതിനെ മയക്കുവെടി വയ്ക്കണം എന്നുള്ളതാണ് നാട്ടുകാരോടൊക്കെ ആവശ്യം. വനംവകുപ്പ് പൂർണ്ണ സജ്ജവുമാണ്. കടുവയെ കണ്ടെത്താൻ എല്ലാ വഴിയും തിരയുകയാണ് വനം വകുപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.